Welcome to 5 Minute Tips. ഇന്ന് നമ്മൾ Canon പുതിയൊരു ക്യാമറ ലോഞ്ച് ചെയ്തിരിക്കുന്നു, EOS R. നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസുമാണ് ഞാൻ ഇവിടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. പുതിയ ക്യാമറ, പുതിയ ബോഡി, പുതിയ മൗണ്ട്, പുതിയ ലെൻസുകൾ, ഇത്രയുമാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത്. പുതിയ ആർ സീരീസ് ലെൻസുകളാണ് കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. കൂടാതെ ഈ ക്യാമറയിൽ Canon RF മൗണ്ടാണ് വരുന്നത്. അതായത് ആർ സീരീസ് ലെൻസുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ ലെൻസുകൾ 24-105 f4 ലെൻസ്, അതേപോലെ 28-70 f2 ലെൻസ്, പിന്നെ 35mm 1.8, 50mm 1.2 ലെൻസ് എന്നിങ്ങനെ 4 ലെൻസാണ് ഇപ്പം കമ്പനി ഇതിൻ്റെ കൂടെ പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ലെൻസുകളെല്ലാം ഇമേജ് സ്റ്റെബിലൈസേഷൻ ലെൻസുകളാണ്. ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ലെൻസുകളാണ് ഈ പറഞ്ഞ 4 ലെൻസുകളും. അപ്പം അതെന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സുകളൊക്കെ ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കെന്താണേലും അതിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. EOS R ഒരു വെതർ സീൽഡ് ബോഡിയിലാണുള്ളത്. അത് 6D Mark IIൻ്റെ സെയിം വെതർ സീൽഡ് സെറ്റപ്പാണ് ഈ ക്യാമറയ്ക്കും കമ്പനി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗ്രിപ്പ് നല്ല കംഫർട്ടബിളായ ഗ്രിപ്പാണ്. 5D Mark IVൻ്റെ പോലെയുള്ള ഗ്രിപ്പാണ് ഇതിനും ഉള്ളത്. പിന്നെ ബാറ്ററിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 340 ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. LPE6 സീരീസിലുള്ള ബാറ്ററിയാണ് ഇതിനകത്തും ഉപയോഗിക്കുന്നത്. പിന്നെ ഓൾഡ് ലെൻസുകൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കമ്പനി 3 ലെൻസ് അഡാപ്റ്ററുകൾ ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബേസിക് അഡാപ്റ്ററിന് ഏകദേശം $100 വില. അതേപോലെ റിംഗ് ഉള്ള ലെൻസുണ്ട്. കൺട്രോൾ റിംഗ് ഉള്ള ലെൻസിന് $200, അതേപോലെ ND ഫിൽറ്ററുള്ള ലെൻസിന് $300. ND ഫിൽറ്ററുള്ള അഡാപ്റ്ററിന് $300 വില വരുന്നത്. ഈ ND ഫിൽറ്റർ അഡാപ്റ്റർ ഈ പുതിയ Canonൻ്റെ പുതിയ ലെൻസുകളിലുള്ള ഈ R സീരീസ് ലെൻസുകളിലുള്ള ഒരു പുതിയ ടെക്നോളജിയാണ്. അത് നമുക്ക് ലെൻസുകളെ കുറിച്ച് പറയാം. പിന്നെ ഈ അഡാപ്റ്റർ ഉപയോഗിച്ച് നമ്മുടെ പഴയ ലെൻസുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഓട്ടോ ഫോക്കസ്, ഐ ഫോക്കസ് മുതലായ എല്ലാ ഫങ്ഷനുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഇപ്പോൾ ഒരു 10-40 വീഡിയോ യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെ എനിക്ക് മനസ്സിലായത്. അതിൻ്റെ ഫുൾ ഫങ്ഷൻ എല്ലാം അടിപൊളി എന്നാണ് ഉപയോഗിക്കുന്നവരെല്ലാവരും പറയുന്നത്. അതിൻ്റെ ഫുൾ ഫങ്ഷനുകളും ഐ ഫോക്കസ് അടക്കം നമുക്ക് ഈ അഡാപ്റ്ററുകൾ ഉപയോഗിച്ച് നമ്മുടെ കഴിക്കുന്ന ലെൻസുകൾ ഉപയോഗിക്കുമ്പോഴും ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഇതിൽ ബോഡിയിൽ പറയുമ്പോൾ കസ്റ്റം ബട്ടണുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഫങ്ഷനുകൾ റെക്കോർഡിങ്ങും അതേപോലെ ISO സെറ്റിങ്സുകളൊക്കെ അതേപോലെ ഈ കെൽവിനോ അങ്ങനെയുള്ള സെറ്റിങ്ങുകളൊക്കെ ഈ കസ്റ്റം ബട്ടണുകളിലേക്ക് മാറ്റിയിടാൻ സാധിക്കും. പിന്നെ ഈ ക്യാമറയുടെ മെയിൻ ഒരു ന്യൂ ഫീച്ചറാണ് ടച്ച് ബാർ. അതായത് നമ്മുടെ ഇപ്പം ആപ്പിളിൻ്റെ പുതിയ ലാപ്ടോപ്പിൽ ഒരു ടച്ച് ബാർ ഉണ്ട്. അത് ഏത് നമ്മൾ പ്രോഗ്രാം ഉപയോഗിച്ചാലും ആ ടച്ച് ബാർ അതിനനുസരിച്ച് പ്രോഗ്രാമബിൾ ആയിരിക്കും. അപ്പോൾ ഇതും അതേപോലെ തന്നെയാണ്. നമുക്ക് ISOയും ഷട്ടർ സ്പീഡ്, പിന്നെ അതേപോലെ കെൽവിന്, വൈറ്റ് ബാലൻസ്, പിന്നെ ഫോക്കസിങ്, ഇതെല്ലാം നമുക്ക് ആ ഒരു ടച്ച് ബാർ ഉപയോഗിച്ച് നീക്കി പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു എന്താണേലും അടിപൊളിയൊരു ഫങ്ഷനാണ്. പിന്നെ ഇതിൻ്റെ EVF ബെസ്റ്റ് EVF ആണ് ഇതിനകത്തുള്ളത്. 3.9 മില്യൺ പിക്സലുള്ള EVF ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന പിക്ചർ, നമ്മൾ എടുക്കാൻ പോകുന്ന പിക്ചർ എല്ലാം നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു ഇലക്ട്രോണിക് വ്യൂ ഫിൽറ്ററിൽ കൂടെ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഹൈ റെസൊല്യൂഷൻ EVF ആണ്. അത് എന്താണേലും അടിപൊളിയൊരു. പിന്നെ ഈ ക്യാമറയുടെ മറ്റൊരു ബിഗ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു വേരി ആംഗിൾ LCD ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വീഡിയോ ഷൂട്ടിങ്ങിനും ഒക്കെ വളരെ ഉപയോഗപ്രദമായ ഒരു LCD ആയിരിക്കും ഇത്. 6D2 ഒക്കെ പോലെയുള്ള ഒരു LCD ആണ് ഇതിനകത്തും കൊടുത്തിട്ടുള്ളത്. അതൊരു നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നു. ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ
ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ കമ്പനി ഈ ക്യാമറയ്ക്ക് നൽകിയിട്ടില്ല. EOS R-നകത്ത് ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല. അതെന്താണെങ്കിലും ഒരു ബിഗ് ഡിസഡ്വാൻറ്റേജ് ആണ്. നമുക്കൊരു ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു സ്റ്റെബിലൈസേഷനുള്ള ഒരു ലെൻസ് വാങ്ങണമെങ്കിൽ ഏകദേശം $7200 IS ലെൻസിന് വരുന്ന വിലേനെക്കാട്ടിലൊരു $1000 ഒക്കെ കുറവാണ് ഒരു നോൺ IS ലെൻസ് നമ്മൾ എടുക്കുമ്പോൾ. അപ്പോൾ അത്രയും പൈസ നമുക്ക് നമ്മുടെ പോക്കറ്റിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഈ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ ഈ കമ്പനി ഈ ക്യാമറയ്ക്ക് നൽകിയിട്ടില്ല. അതെന്താണെങ്കിലും വലിയൊരു ഡ്രോബാക്കാണ്. പകരം ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇറങ്ങിയേക്കുന്ന ലെൻസുകൾക്കെല്ലാം ഇമേജ് സ്റ്റെബിലൈസേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെൻസുകൾക്കൊക്കെ നല്ല പൊള്ളുന്ന വിലയാണ് എന്ന രീതിയിലാണ് പോകുന്നത്. ഏകദേശം 24-105 ലെൻസിന് $1100 വില ഉണ്ട്. ഏകദേശം ഇവിടുത്തെ മാർക്കറ്റ് ഇപ്പോഴത്തെ അനുസരിച്ചാണെങ്കിൽ ഏകദേശം ഒരു 75,000 രൂപയോളം വില വരും. അപ്പോൾ ഈ ഇമേജ് സ്റ്റെബിലൈസേഷൻ ബോഡിയിൽ നൽകിയിട്ടില്ല, പകരം ലെൻസുകളിലാണ് ഇപ്പോൾ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളത്. സോണിയൊക്കെ നേരത്തെ മുതൽ ബോഡിയിൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകി വരുന്നുണ്ട്. പിന്നെ അതേപോലെ നിക്കോണിൻ്റെ ഇപ്പോൾ Z7-6, Z7 മുതലായ 2 ക്യാമറയ്ക്കും 5 ആക്സിസ് ഇമേജ് സ്റ്റെബിലൈസേഷൻ ബോഡിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ ഇതൊരു ബിഗ് ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഡ്യുവൽ കാർഡ് സ്ലോട്ട്, ഈ ക്യാമറയിൽ ഡ്യുവൽ കാർഡ് സ്ലോട്ട് ഇല്ല, ആകെ സിംഗിൾ കാർഡ് സ്ലോട്ടാണുള്ളത്. UHS-2 കാർഡ് സ്ലോട്ടാണ് ഇതിനകത്ത് ഉള്ളത്. ഈ ഡ്യുവൽ കാർഡ് സ്ലോട്ട് ഇല്ലാത്ത ഇന്നിപ്പം നമുക്കറിയാം, ഒരു വർക്ക് നമ്മൾ എടുക്കുന്ന വർക്ക് അങ്ങനെ നമ്മുടെ നഷ്ടപ്പെടാതിരിക്കട്ടെ, നഷ്ടപ്പെട്ടാലത്തെ അവസ്ഥ നമുക്കറിയാം. അതേസമയം ഡ്യുവൽ കാർഡ് സ്ലോട്ടാണെങ്കിൽ നമ്മളൊരു സ്ലോട്ടിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റൊരു സ്ലോട്ടിലുള്ള കാർഡിലേക്കും ഇത് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് ഈ ക്യാമറയ്ക്ക് ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഫോട്ടോഗ്രാഫി EOS R-ൽ 30.4 മെഗാപിക്സൽ ക്യാമറയാണ് EOS R. സെക്കൻഡിൽ 8 പിക്ചറുകൾ വരെ നമുക്ക് കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ 8 പിക്ചറുകൾ നമുക്ക് കണ്ടിന്യൂസ് ഓട്ടോ ഫോക്കസിൽ എടുക്കാൻ സാധിക്കില്ല. കണ്ടിന്യൂസ് ഓട്ടോ ഫോക്കസ് നമുക്ക് 3 പടങ്ങൾ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓട്ടോ ഫോക്കസ് ഇല്ലാതെ നമുക്ക് 5 പടങ്ങൾ എടുക്കാം. ഓട്ടോ ഫോക്കസ് ലോക്ക് ചെയ്തിട്ട് ചുമ്മാ ഇങ്ങനെ 8 പടം വരെ സെക്കൻഡിൽ എടുക്കാം. അതാണ് കമ്പനി അവകാശപ്പെടുന്ന 8 ഫ്രെയിം പെർ സെക്കൻഡ്. പിന്നെ ഈ 30.4 അവിടെ പോട്ടെ, 30 മെഗാപിക്സൽ കൂട്ടാം. 30 മെഗാപിക്സൽ ഈ ക്യാമറയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ഒരു നല്ല ബെനിഫിറ്റാണ്. പക്ഷേ ഈ കണ്ടിന്യൂസ് ഷൂട്ടിന് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 24-25 മെഗാപിക്സലിന് താഴെ മതിയായിരുന്നു എന്ന് തോന്നുന്നു. കാരണം കനോൺ നേരത്തെ പുറത്തിറക്കിയ മിറർലെസ് ക്യാമറയായ APS-C ഫുൾ ഫ്രെയിം അല്ല, APS-C സീരീസിലുള്ള മിറർലെസ് ക്യാമറയായ M50-ൻ്റെ സെയിം പ്രൊസസ്സർ തന്നെയാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആ പ്രൊസസ്സറിൻ്റെ സ്പീഡ് APS-C ക്യാമറയ്ക്കകത്ത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പീഡും ഇതെല്ലാം കൂടെ കാർഡിനകത്തേക്ക് റീഡ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇതൊരു അത്രയും ബെസ്റ്റ് ഒരു പ്രൊസസ്സറുള്ളൊരു ക്യാമറ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ 4K-യിലാണെങ്കിൽ തന്നെ നമുക്ക് ഈ പ്രൊസസ്സറിൻ്റെ സ്പീഡ് കുറവായത് മൂലം ഫുൾ ഫ്രെയിം റീഡ് ഔട്ട് പോലും തന്നിട്ടില്ല. 4K-യിൽ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ APS-C ക്രോപ്പ്, അതായത് 1.7 ക്രോപ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും നമുക്ക് കിട്ടുക. 4K-യിൽ നമുക്ക് ഫുൾ റീഡ് ഔട്ട് ഇല്ല. ഉദാഹരണം പറഞ്ഞാൽ 50mm ലെൻസ് ഇട്ടിട്ട് നമ്മൾ 4K വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 85mm ലെൻസ് ഇട്ടതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും, ഡിസ്റ്റൻസിലുള്ള ഒരു പിക്ചറായിരിക്കും നമ്മൾ കാണുക. കാരണം അത്രയും മുമ്പോട്ട് ക്രോപ്പ് ആയതിനു ശേഷം അതിൻ്റെ ഇത്രയും ഭാഗം ക്രോപ്പ് ചെയ്തിട്ടാണ് ഇത് 4K-യിൽ ഷൂട്ട് ചെയ്യുന്നത്. അത് ഇതിൻ്റെ ഒരു വലിയ ഡ്രോബാക്കാണ്. ഇപ്പോഴത്തെ ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇപ്പോൾ സോണി, നിക്കോൺ എല്ലാം ഈ ഒരു ലെവലിലുള്ള ക്യാമറകൾക്ക് 4K സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എൻട്രി ലെവൽ ഫുൾ ഫ്രെയിം ക്യാമറയായ സോണി M3-ൽ 4K 1:1 റേഷ്യോ ക്രോപ്പിൽ തന്നെയാണ്. അത് 30 ഫ്രെയിമിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ക്രോപ്പ് വരുന്നത്. അതേപോലെ 24-25 ഫ്രെയിം പെർ സെക്കൻഡ് ഷൂട്ട് ചെയ്യുമ്പോൾ ക്രോപ്പ് ഇല്ലാതെയും ഫുൾ റീഡ് ഔട്ടാണ് കൊടുക്കുന്നത്.
അപ്പോൾ എന്താണ് 4Kൻ്റെ കാര്യത്തിൽ അതൊരു ബിഗ് ഡിസഡ്വാൻറ്റേജ് ആണ്. 5D Mark 4ൽ 4K ഉപയോഗിച്ച് നോക്കിയവർക്കൊക്കെ അറിയാം. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു അതിനെക്കാട്ടിലും കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. MJPEG ഫയലായിട്ടായിരുന്നു 5D Mark 4ൽ 4K ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡായ MPG ഫോർമാറ്റ് തന്നെയാണ്. അതുകൊണ്ട് സൈസ് കുറേ കംപ്രസ്ഡ് ഫയൽ തന്നെ ആയിരിക്കും. മറ്റേപോലെ വലിയ ബിഗ് 5D Mark 4നെ പോലെ വലിയ ബിഗ് ഫയലാകില്ല. ഓട്ടോ ഫോക്കസ് 5655 ഓട്ടോ ഫോക്കസുകൾ ഈ ക്യാമറയ്ക്ക് നൽകിയിട്ടുണ്ട്. അതെന്താണേലും ഒരു നല്ലൊരു ഫീച്ചറാണ്. ഡൈനാമിക് റേഞ്ച് സെയിം 5D Mark 4ൻ്റെതിന് സെയിം ആയിരിക്കും. കാരണം 5D Mark 4ൻ്റെ സെയിം സെൻസർ തന്നെയാണ് ഇതിനകത്തും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഡൈനാമിക് റേഞ്ച് കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏകദേശം ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡിനെക്കാട്ടിലും കുറവാണ് കാനോണിൻ്റെ ഡൈനാമിക് റേഞ്ച്. ഇപ്പോഴത്തെ ഒരു ശരാശരി സ്റ്റാൻഡേർഡ് 14 to 16 സ്റ്റോപ്പ് വരെയാണ് ഡൈനാമിക് റേഞ്ച് വരുന്നത്. കാനോൺ ഇതിനെക്കാട്ടിലും ഒരു 2-3 സ്റ്റോപ്പിന് പുറകിലാണ് കാനോണിൻ്റെ ഡൈനാമിക് റേഞ്ച് വരുന്നത്. അപ്പോൾ അത് 5D Mark 4ൻ്റെ സെയിം ആയിട്ടുള്ളൊരു ഡൈനാമിക് റേഞ്ചുള്ള ഒരു ക്യാമറ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ കളർ സെൻസ് എന്താണേലും കാനോണിൻ്റെ കളർ സെൻസ് ടോപ്പാണ്. അത് നേരത്തെ മുതലേ സൂപ്പറാണ്, ഇപ്പോഴും സൂപ്പർ തന്നെയാണ്. ഈ ക്യാമറയ്ക്കും കളർ സെൻസ് കാനോണിൻ്റെ നേരത്തെ ഉള്ള സെയിം കളർ സെൻസ് തന്നെയാണ് കാണുന്നത്. പിന്നെ ഐ ഓട്ടോ ഫോക്കസ് മറ്റ് നേരത്തെ ഇല്ലാത്തൊരു ഫീച്ചറാണ്. ഐ ഓട്ടോ ഫോക്കസ് മിറർലെസ് ക്യാമറയിൽ കാനോണിൻ്റെ ഈ മിറർലെസ് ക്യാമറയിൽ നൽകിയിട്ടുണ്ട്. പഴയ APC ഞാൻ പറഞ്ഞ പോലെ APC ക്യാമറയായ M50യുടെ സെയിം ഐ ഓട്ടോ ഫോക്കസാണ് ഇതിനകത്തും നൽകിയിരിക്കുന്നത്. M50 ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഐ ഓട്ടോ ഫോക്കസ് എത്രത്തോളം ഫാസ്റ്റാണെന്ന് അറിയില്ല. പിന്നെ ഇതിൻ്റെ വേറെ ഒരു പ്ലസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോയ്ക്കും ഐ ഓട്ടോ ഫോക്കസ് കിട്ടുമെന്നുള്ളതാണ്. സോണീൻ്റെയും നിക്കോണിൻ്റെയും വേറെ ഒരു കമ്പനീൻ്റെയും ക്യാമറയ്ക്ക് വീഡിയോയ്ക്ക് ഐ ഓട്ടോ ഫോക്കസ് നൽകുന്നില്ല. ഫേസ് ഡിറ്റക്ഷനും മറ്റ് സ്മൈൽ ഡിറ്റക്ഷൻ അങ്ങനെ കുറച്ച് ഒക്കെ നൽകുന്നുണ്ടെന്നല്ലാതെ വീഡിയോയ്ക്ക് ഐ ഓട്ടോ ഫോക്കസ് നൽകുന്ന ആദ്യത്തെ ക്യാമറയാണ് ഈ EOS 6. അതൊരു ബിഗ് അഡ്വാൻറ്റേജ് ആണ്. വീഡിയോയെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് ആണ്. ഡ്യുവൽ പിക്സൽ ഇപ്പം കാനോണിൻ്റെ സ്റ്റാൻഡേർഡാണ് ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് എന്നത്. കാനോൺ വളരെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് കാനോണിൻ്റെ ഡ്യുവൽ പിക്സൽ. പിന്നെ ഇതിൽ 10 ബിറ്റ് റെക്കോർഡിംഗ് ഫെസിലിറ്റി ഉണ്ട്. എക്സ്റ്റേണൽ റെക്കോർഡർ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് 10 ബിറ്റ് റെക്കോർഡിംഗ് കിട്ടുക. പിന്നെ 4Kൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, 30 ഫ്രെയിം പെർ സെക്കൻഡാണ് 4K. APS-C സെൻസറിന് സെയിം ആണ് ഇത്. പിന്നെ വീഡിയോൻ്റെ മറ്റൊരു ഫീച്ചറായിട്ട് സി ലോഗ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്താണേലും അതൊരു ബിഗ് അഡ്വാൻറ്റേജ് ആണ്. കാനോണിൻ്റെ ലോഗായ സി ലോഗാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കോഡക്ക് MPG കോഡക്കാണ്. അപ്പോൾ നേരത്തെ ഉള്ള പോലെ അത്രയും ഫയൽ സൈസ് ഉണ്ടാകുകയില്ല. പിന്നെ ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മുകളിൽ LCD പാനലുണ്ട്. ഷട്ടർ സ്പീഡ്, ISO, പിന്നെ അതേപോലെ AV അങ്ങനെയുള്ള മറ്റ് മോഡുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു LCD പാനൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു LCD പാനൽ മുകളിലുണ്ട്. പിന്നെ ഈ ക്യാമറ കാണാൻ നല്ല ലുക്കാണ്. അതിൻ്റെ പ്രൊമോയിലും വീഡിയോകളിലൊക്കെ അടിപൊളി ക്യാമറയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. നല്ല ക്യാമറ കാണാൻ നല്ലൊരു ലുക്കുണ്ട്. മറ്റ് കമ്പനികളുടെ സോണിൻ്റെയും നിക്കോണിൻ്റെയൊക്കെ ക്യാമറേനെ അപേക്ഷിച്ച് കുറേ കൂടി നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഫീച്ചർ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഷട്ടർ കർട്ടനാണ്. മറ്റ് കമ്പനികളുടെ ഒരു ക്യാമറയ്ക്കും ഇല്ലാത്തൊരു സാധനമാണ് ഷട്ടർ കർട്ടൻ എന്താണെന്ന് വെച്ചാൽ മിറർലെസ് ക്യാമറേൻ്റെ ഒരു പ്രത്യേകത, ലെൻസ് ഊരുമ്പോൾ നേരെ നമ്മൾ അതിൻ്റെ സെൻസറാണ് നമ്മൾക്ക് അവിടെ ഡിസ്പ്ലേ കാണുന്നത്. നമ്മളവിടെ കാണുന്നത് അതിൻ്റെ സെൻസറാണ്. ഇപ്പോൾ ഈ ലെൻസൊക്കെ ഊരി ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പൊടിയൊക്കെ ധാരാളമായിട്ട് അതിനകത്ത് കയറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കാനോണിൻ്റെ ഈ ക്യാമറയിൽ ഷട്ടർ കർട്ടൻ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് അത് ഒരു കർട്ടൻ വെച്ച് ഈ സെൻസർ മറയ്ക്കും. അപ്പോൾ അതുമൂലം നമുക്ക് പൊടി നമുക്ക് കുറേ രക്ഷ നേടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു നല്ല ഫീച്ചറാണ്. മറ്റ് കമ്പനികളിലും ഈ ഫീച്ചർ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മൊത്തത്തിൽ ഒരു അടിപൊളി ക്യാമറയാണ്. എന്നാലും ഇതിൻ്റെ വിലയും കൂടെ നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ബോഡി തന്നെ $2,300 $2,300 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇന്ത്യൻ മണിയിൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് ഒരു 1,65,000 രൂപ ആ റേഞ്ച് വരും. പിന്നെ ഇതിൻ്റെ ബോഡി വിത്ത് 24-105 ലെൻസ് അടക്കം $3,400 വരുന്നത്. 3,400 എന്ന് പറഞ്ഞാൽ ഒരു $1,100 ഈ ലെൻസിൻ്റെ വില. അത് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഒരു 2,35,000 രൂപേൻ്റെ അടുത്ത്
നമുക്ക് ഈ 24-105 ലെൻസ് അടക്കം ഈ ക്യാമറ വാങ്ങാൻ സാധിക്കും. ഞാൻ പ്രതീക്ഷിച്ചൊരു 140 റേഞ്ചിലുള്ള റേഞ്ചാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇത് അതിനെക്കാട്ടി കുറച്ചും കൂടി കൂടുതലായിപ്പോയി. അതിന് അത്രയും ഒരു ഫീച്ചേഴ്സൊന്നും കമ്പനി ഇതിന് നൽകിയിട്ടില്ല, നമുക്ക് തന്നിട്ടില്ല. വീഡിയോയ്ക്കാണെങ്കിൽ 4K ക്രോപ്പ്ഡ് ആണ്. പിന്നെ ബോഡിയിൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല. ഫുൾ HD 60 ഫ്രെയിം വരെ ഉള്ളൂ. 120 ഫ്രെയിം സാധാരണ മറ്റ് ക്യാമറകൾ, ഈ സ്റ്റാൻഡേർഡിലുള്ള ക്യാമറകൾ നൽകുന്നുണ്ട്. പിന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ലെന്നുള്ളത് ഒരു ബിഗ് ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം എന്താണേലും ഈ ഒരു പ്രൈസിനുള്ള സാധനം ഇല്ല. അപ്പം എന്താണേലും നല്ലൊരു ക്യാമറയാണ്. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ക്യാമറ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ കാണിക്കുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു. New camera, new lens, new mount.